ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈവ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹാർദവമായ സ്വാഗതം. ആത്മാവും സ്വഭാവവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കുന്ന എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്ത്യാനി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്തുവിന്റെ ശിഷ്യൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസി ഇപ്രകാരമായിരിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നതും മിസ്ലീഡ് ചെയ്യപ്പെടുന്നതുമായ ഒരു കാര്യമാണ് ആത്മാവ് എന്ന് പറയുന്നത്. എൻ്റെ യാത്രകളിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച സമയത്ത്, പല ചർച്ചകളിൽ പോയ സമയത്തും, പല ആൾക്കാരെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, പല വീഡിയോകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുവാനിടയായിത്തീർന്നത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം തന്ന ചില ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം എന്നും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു മഹത്വപരമായ വിശ്വാസമാണ്. ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലായാലും കർത്താവിൻ്റെ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പ്രത്യാശയോടെ ജീവിക്കും. ഏത് പ്രതിസന്ധികളായാലും എല്ലാത്തിനും നന്ദി പറഞ്ഞ് എല്ലാത്തിനും സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. തന്റെ സ്വർഗാരോഹണ സമയത്ത്, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണ സമയത്ത് ദൈവം പറഞ്ഞു, ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ക്രിസ്ത്യാനികൾ. താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു, ആ ഭവനം ഒരുക്കി മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ആ ക്രിസ്ത്യാനികൾ ആ ഭവനത്തിലേക്ക് ചെല്ലുവാൻ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുന്നേ പുതിയ നിയമ പുസ്തകമായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് നൽകി തന്നു. എപ്രകാരം നമ്മൾ ജീവിക്കണം, എങ്ങനെ നമ്മൾ കരുതണം, ന്യായപ്രമാണത്തെ എപ്രകാരം പാലിക്കണം, ഇതൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടാണ് പഴയ നിയമം മാറ്റിയിട്ട് ഒരു പുതിയ നിയമം യേശുക്രിസ്തു കൊണ്ടുതന്നത്. ഈ പുതിയ നിയമം നമ്മളെല്ലാവരും അനുഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ ഇതിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി ജീവിക്കുന്ന ഓരോരുത്തരും പാലിക്കേണ്ടുന്ന ചില ന്യായപ്രമാണങ്ങൾ, അല്ലെങ്കിൽ ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളെ വിട്ട്, അല്ലെങ്കിൽ ആ പ്രമാണത്തിൽ നിലനിൽക്കാതെ മറ്റു തരത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യതിയാനം സംഭവിക്കേണ്ടത് അനിവാര്യം, ഒരു റിഫോർമേഷൻ സംഭവിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ക്രൈസ്തവ ലോകം എന്തു തന്നെയായാലും പലപ്പോഴും വഴിതെറ്റി മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. വഴിതെറ്റി മാറി സഞ്ചരിക്കുന്ന അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആത്മാവും സ്വഭാവവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു കാതൽ, അല്ലെങ്കിൽ അതിൻ്റെ സത്യത്തിൽ നിന്നും മാറി വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ മാറി ചിന്തിക്കേണ്ടുന്നത്, അത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, എന്തൊക്കെ നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് മനസ്സിലാക്കണം. എന്താണ് യേശുക്രിസ്തു, ആരാണ് യേശുക്രിസ്തു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്നത് തൻ്റെ സൃഷ്ടികളിൽ ഒന്നായ ഭൂമിയിലേക്ക്, തൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും മാസ്റ്റർ പീസാണെന്ന് പറയപ്പെടുന്ന ദൈവം മനുഷ്യനായിട്ട്, തൻ്റെ സൃഷ്ടികളിൽ ഒന്നായ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വരികയും ഭൂമിയിൽ ജനിച്ച് ആ വളർന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. പക്ഷെ ഈ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തപ്പെടുന്ന ഒരു ക്രിസ്തുവിന്റെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു എപ്രകാരമായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായിരിക്കണം നമ്മുടെ മാതൃക. നമ്മുടെ വഴിയും, നമ്മുടെ ആ ഒരു ദൈവത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തും. അപ്പോൾ യേശുക്രിസ്തു സഞ്ചരിച്ച പാത, യേശുക്രിസ്തു എന്ന വഴിയിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കുവാൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തു എന്താണ്, അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് അനിവാര്യമായിട്ട്. പലപ്പോഴും ഇന്ന് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന പലർക്കും യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു ഹീലർ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മുടെ രോഗശാന്തി നൽകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെ കംഫോർട്ട് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ പലതരത്തിലാണ്
യേശുക്രിസ്തുവിനെ നോക്കിക്കാണുന്നത് ഒരു 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 ദൈവമായിട്ട് മാത്രമേ യേശുക്രിസ്തുവിനെ കാണുന്നുള്ളൂ. അല്ലാതെ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് എപ്രകാരം ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. ക്രിസ്തുവിന്റെ അനുയായികളാണെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും അതിനെ അനുഷ്ഠിക്കാതെ, യേശുക്രിസ്തുവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ, യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കേണ്ടതിന് വേണ്ടി മാത്രം ക്രിസ്ത്യാനികളായിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. യേശുക്രിസ്തുവിൽ നിന്ന് രോഗശാന്തി വേണം, സമ്പത്ത് വേണം, പല കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ളതിന് വേണ്ടി നേടുന്നതിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ മാർഗം, യേശുക്രിസ്തു സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുവാൻ പലരും ഇന്ന് തയ്യാറാകുന്നില്ല. എന്താണ് യേശുക്രിസ്തുവിലെ സഞ്ചരിക്കുമ്പോൾ, ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു ഭൂമിയിൽ വന്ന സമയത്ത് കഷ്ടതകളായിരുന്നു യേശുക്രിസ്തുവിന് കൂടുതലുണ്ടായിരുന്നു. പ്രയാസങ്ങൾ ഏറി വരുന്ന കാലഘട്ടമായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് അടിയും തുപ്പും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടതകൾ, പട്ടിണികൾ. യേശുക്രിസ്തു പലതരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയതൊക്കെ നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന ഓരോ ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിലും ഇതുപോലെ കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്രകാരം കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ യേശുക്രിസ്തുവിനെ ഇട്ട് മാറി ആ പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതല്ല നമ്മുടെ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നേർപാതയിലൂടെയാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം യേശുക്രിസ്തു തന്റെ ഈ ഭൂലോകത്തെ മുഴുവനും സൃഷ്ടിച്ച, സകലത്തിനെയും സൃഷ്ടിച്ച കർത്താവ് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിലെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങൾ സകലതും അവൻ അറിഞ്ഞു. അവൻ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അത് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തപ്പെട്ടത്. പക്ഷെ ഈ കാലഘട്ടത്തിലൊന്നും യേശുക്രിസ്തു പാപം ചെയ്തതായിട്ട് എവിടെയും നമ്മൾ വായിക്കുന്നില്ല. യേശുക്രിസ്തു പാപരഹിതനായിരുന്നു. ഒരു സ്ഥലത്ത് പോലും പാപമില്ലാതെ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു. അപ്പം എങ്ങനെയായിരിക്കും ഈ പാപമില്ലാതെ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നത്, അല്ലെ? അത് യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമായിട്ട്. പല ബൈബിൾ വചനത്തിലേക്ക് നമ്മൾ അടിസ്ഥാനത്തിലേക്ക് ചെല്ലുമ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാപം ഒന്നും ചെയ്യാതെ എല്ലാവരെയും സ്നേഹിച്ച, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് എല്ലാവർക്കും നന്മ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നല്ല ഇടയനായിരുന്നു യേശുക്രിസ്തു എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മളൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഒരു നമുക്ക് എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ ഒരു നെഗറ്റീവ് കാണാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ എൻ്റെ ജീവിതം എടുത്താലും എൻ്റെ സ്വഭാവം, ഈ ജഡത്തിൽ ജീവിക്കുന്ന എൻ്റെ സ്വഭാവത്തിൽ പലതരത്തിൽ പല വ്യത്യാസങ്ങൾ, പ്രയാസങ്ങൾ, പല വ്യതിയാനങ്ങൾ സംഭവിച്ചെന്ന് വരാം. പക്ഷേ ഐ ആം ട്രൈങ് ടു ബി എ ക്രൈസ്റ്റ്. ഞാൻ യേശുക്രിസ്തു ആയി ജീവിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എല്ലാത്തിനെയും ക്ഷമിക്കുവാൻ നമ്മൾ പഠിക്കണം. ഏത് പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കണം. നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം. എല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ ഒരു യേശുക്രിസ്തുവിന്റെ ആ ജീവിതം അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എപ്രകാരം ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഞാൻ ട്രൈങ് ടു ബി, ഞാൻ അങ്ങനെ ആകുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ശാന്തി വേണം, സമാധാനം വേണം, സന്തോഷം വേണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമായിട്ട്. വചനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ചില വചനങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എവിടെ കണ്ടെത്തുന്നു? ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ പല സ്വഭാവത്തിനുടമകളാണ്. ഒരു മനുഷ്യൻ പല സ്വഭാവത്തിനുടമകളാണ്. പക്ഷേ ഒരുപക്ഷെ ദേഷ്യം കൂടുതലുള്ളവരായിരിക്കാം, മറ്റുള്ളവരോട് പെട്ടെന്ന് പിണങ്ങുന്നവരായിരിക്കാം, പരസ്പര വിശ്വാസം ഇല്ലാത്തവരായിരിക്കാം, ആരോടും മിണ്ടാത്തവരായിരിക്കാം, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നവരായിരിക്കാം, ഞാൻ മാത്രം ശരിയെന്ന് പറയുന്നവരായിരിക്കാം, മറ്റുള്ളവരുടെ വിധിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാത്തവരായിരിക്കാം. അങ്ങനെ പല വിവിധ സ്വഭാവ സവിശേഷതകളുള്ളവരാണ് നമ്മളിൽ പലരും. പക്ഷേ ക്രിസ്തു എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ വിജയം ലഭിച്ച അല്ലെങ്കിൽ ജയം നേടിയ ഒരു വ്യക്തിയായിരുന്നു. യേശുക്രിസ്തുവിന് ദേഷ്യം വന്നിട്ടുണ്ട്, യേശുക്രിസ്തുവിന് എല്ലാം, പക്ഷേ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിന് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യേശുക്രിസ്തുവിന് ദേഷ്യം ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിന് വേദനകൾ ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിന്
മറ്റുള്ള എല്ലാ നമുക്ക് ഈ നമ്മുടെ ജഡത്തിലുള്ള ഈ സ്വഭാവങ്ങളും ഒക്കെ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ദൈവം കട്ട് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇതിനൊക്കെ ദൈവം ഇല്ലാതെ അതിനെ ഓവർകം ചെയ്ത് അതിനെ അടക്കി ജീവിച്ചു എന്നുള്ളതാണ് ഈ വാസ്തവമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ് നമ്മളും ചെയ്യണത്. മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളും, മനുഷ്യന് വരുന്ന എല്ലാ വികാരങ്ങളും യേശുക്രിസ്തുവിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ വികാരങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന് ഇന്ദ്രിയജയം എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് അതൊക്കെ വളരെ ഇന്ദ്രിയജയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു അതിനെ ഓവർകം ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരുമ്പോഴാണ് ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് യേശുക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്തു, അതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായതുപോലെ തന്നെ പൂർണ്ണ ദൈവമായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുക. അപ്പൊ യേശുക്രിസ്തുവിന് അതിനൊക്കെ കൺട്രോൾ ചെയ്യാനെല്ലാം പറ്റും. പക്ഷെ നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവൻ, ഈ ജഡപ്രവർത്തികൾ എപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സ്വയം കൊണ്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ അതിനെ കൺട്രോൾ ചെയ്യുമെന്ന് എത്ര പറഞ്ഞാലും നമുക്കത് പറ്റത്തില്ല എന്നുള്ള കാര്യം ഞാൻ പൂർണ്ണത അടിവരയിട്ട് പറയുകയാണ്. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ വീണ്ടും നമ്മൾ ആ ഒരു വീഴ്ചയിലേക്കൊക്കെ പോകുവാൻ നമുക്ക് പറ്റും. നമ്മൾ വീണു പോകും, പലയിടങ്ങളിൽ നമ്മൾ വീണു പോകും. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധാത്മാവ് കൂടാതെ പറ്റത്തില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവില്ലാതെ ഈ കാര്യങ്ങളെ നമുക്ക് ഓവർകം ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താണെന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ജഡത്തിന്റെ പ്രവൃത്തികൾ അവിടെ ഒരു 15 കൂട്ടം കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട് ജഡത്തിന്റെ പ്രവൃത്തി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് 22-ഉം 23-ഉം വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഇന്നത്തെ എന്റെ ചിന്ത ആത്മാവിന്റെ ഫലങ്ങളാണ്, ആത്മാവിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് ആ വാക്യം മാത്രം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22-23 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ആത്മാവ് നമ്മിലുണ്ട് എങ്കിൽ നമ്മുടെ സ്വഭാവവും ഇപ്രകാരമായിരിക്കണ്ടേ. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്നേഹം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, ദീർഘക്ഷമ വേണം, ദയ വേണം, പരോപകാരം ചെയ്യണം, വിശ്വസ്തതയുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ഇന്ദ്രിയജയം ഉള്ളവരായിരിക്കണം. ഈ വകയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണം ഇല്ലെന്ന് ബൈബിൾ അടിവരയിട്ട് പറയുകയാണ്. അപ്പൊ നമ്മുടെ ആത്മാവും സ്വഭാവവും തമ്മിൽ ബന്ധം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ആത്മാവിന്റെ സ്വഭാവം, ആത്മാവ് എന്ന് പറയുന്നതിനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ആത്മാവ് എന്ന് പറഞ്ഞ് പലരും അന്യഭാഷകൾ പറഞ്ഞ് നടക്കുന്നു, പ്രവചിച്ചു നടക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ, ഞാൻ പല ക്യാമ്പുകളിൽ ചെന്ന സമയത്ത് റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞിട്ട് അവര് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവിടെ കാത്തിരിപ്പ് യോഗത്തിൽ അവര് കണക്കാക്കുന്ന അല്ലെങ്കിൽ അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് അന്യഭാഷയാണ്. ആത്മാവ് വരുമ്പോൾ അന്യഭാഷ വരുന്നു, ആത്മാവില്ലാത്തവർക്ക് അന്യഭാഷയില്ല, അന്യഭാഷ ഇല്ലാത്തവർക്ക് ആത്മാവില്ല. ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ദീർഘക്ഷമയാണ്, ഇന്ദ്രിയജയമാണ്, പരോപകാരമാണ്, ഇതൊക്കെ ദയയാണ്, ഇതൊക്കെ വിശ്വസ്തതയാണ്. ഇതൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ അന്യഭാഷ എന്ന് പറയുന്നതും അല്ലെങ്കിൽ പ്രവചനാത്മാവ് എന്ന് പറയുന്നതും അതുപോലെ മറ്റു രോഗശാന്തി എന്ന് പറയുന്നതും ആത്മാവിന്റെ ഫലങ്ങളല്ല. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അത് എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളാണ്. കൃപാവരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും രുചിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട്. നമ്മൾ ഏത് തലത്തിലും നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മറ്റു പലതിനും ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ വചനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം അതിന് 12-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട്
ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജന, അതായത് അതിന് ആത്മാവിന്റെ പ്രകാശനം എന്നാണ് പറയുന്നത്. ആത്മാവ് ഓരോരുത്തർക്ക് ദൈവം നൽകുന്ന ഓരോ ഗിഫ്റ്റാണ്, ഓരോ ഗിഫ്റ്റുകളാണ് നമ്മുടെ ഈ പറയുന്ന അന്യഭാഷ അല്ലെങ്കിൽ അതൊക്കെ. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവത്തിൽ നിൽക്കുന്ന കൃപാവരങ്ങളുണ്ട്, അത് ദൈവം നൽകുന്ന കൃപാവരങ്ങളുണ്ട്. ഈ കൃപാവരങ്ങൾ ആത്മാവിന്റെ അടയാളമായി കാണുന്നവരാണ് ഇന്നത്തെ ഒട്ടനു വിശ്വാസികൾ. പക്ഷേ അത് ആത്മാവിന്റെ അടയാളം അതല്ല. ആത്മാവ് ജീവിതത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് ഒരു രൂപാന്തരം വരും, നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരും. നമ്മൾ പാപം ചെയ്യലിൽ നിന്ന് മാറിപ്പോകാൻ നമ്മൾ തയ്യാറാക്കും. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന, നമ്മൾ നേരത്തെ വായിച്ച വചനത്തിലൂടെ നമ്മൾ കാണുമ്പോൾ പറയുന്ന ഒരു യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. നമുക്ക് ആ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. എങ്കിലും പിതാവ് തന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലത് ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതാണ് ആത്മാവിന്റെ ഒന്നാമത്തെ, ആത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഇതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യം. അവൻ നീതിയെക്കുറിച്ച് ബോധം വരുത്തും, പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും സകലതും നൽകി തരും. ഇതൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് അതിനെ മിസ്ലീഡ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിലേക്ക് കണ്ടിട്ട് അത് കൃപാവരങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ജനതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ വിശ്വാസികൾ. നമ്മൾ വായിക്കാം കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 12:7-11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിന് നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെയും വചനവും, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവനും ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് തരം പകുത്തു കൊടുത്ത ഒരേ ആത്മാവ് തന്നെ. അപ്പം പലർക്കും പലതരത്തിലാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ദൈവം പ്രകാശനം ചെയ്യുന്ന ആത്മാവിന്റെ പ്രകാശനം പലർക്കും പലതരത്തിലാണ്. ഇവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വേറൊരുത്തിന് പലവിധ ഭാഷകൾ, വേറൊരുത്തന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷയുടെ വ്യാഖ്യാനം. ഇതൊക്കെയും കൃപാവരങ്ങളായിട്ടാണ് ദൈവം നൽകി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് അത് യൂസ് ചെയ്യുന്നത് ആരാധനക്ക് വേണ്ടിയിട്ട്, ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ അന്യഭാഷയിൽ പല കോപ്രായം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളത് വളരെ വേദനയോടുകൂടെ അല്ലെങ്കിൽ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ സഭയിൽ ആരാധനക്ക് ഈ അന്യഭാഷകൾ കടന്നു വന്നത്? ഒരു വെർഷിപ്പ് ലീഡർ എന്ന് പറയുമ്പോൾ അന്യഭാഷ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ വെർഷിപ്പ് ലീഡർ അല്ല, നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിന് വേണ്ടി പുകഴ്ച കരയേറ്റുവാൻ അവനെ കൊണ്ട് സാധിക്കും, വളരെ നല്ലതായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പുള്ളിക്ക് ആത്മാവ് അന്യഭാഷ ഇല്ല എങ്കിൽ പുള്ളിയെ വെർഷിപ്പ് ലീഡറായിട്ട് നിയമിക്കത്തില്ല. അവിടെ സഭകളിൽ വേണ്ടത് ഒരു ഡപ്പാങ്കുത്ത് പോലെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് അടിച്ച് അന്യഭാഷ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമായിട്ടാണ് ഇന്ന് വചനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. വചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആത്മാക്കളുടെ മറ്റൊരു ഭാഷകളുടെ വ്യാഖ്യാനം, വേറൊരുത്തന് ഭാഷകൾ, അതാണ് കൃപാവരം എന്ന് പറയുന്നത്. അതൊരിക്കലും ആരാധിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല. ഇത് അന്യഭാഷ എന്ന് പറഞ്ഞ് പല 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 എന്തൊക്കെയാ പറയുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. പലരും അറിയത്തില്ല അവരെന്താ പറയുന്നത് പോലും. വ്യാഖ്യാനം ഇല്ലാതെ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്യഭാഷ പറയും. അപ്പം ഇതൊക്കെ ഞാൻ പല യാത്രകൾ പലയിടങ്ങളിൽ പോയപ്പോൾ കണ്ടപ്പോൾ അതൊക്കെ എന്താണെന്ന് പഠിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ്. അത് ഒരിക്കലും ദൈവത്തിന്റെ കാര്യമല്ല, അത് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന പിശാചിന്റെ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ആത്മാവിൽ സംസാരിക്കുന്ന, ആത്മാവില് അന്യഭാഷ പറയാം, സകല കാര്യങ്ങളും ചെയ്യാം, അത് തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പറയുന്ന വ്യക്തികൾ, ആത്മാവ് ലഭിച്ചിരിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം എപ്രകാരമായിരിക്കണം എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സ്നേഹമുള്ളവരായിരിക്കണം, സ്നേഹം. സന്തോഷമുള്ളവരായിരിക്കണം, സന്തോഷം.
ദീർഘക്ഷമയുള്ളവരായിരിക്കണം, സമാധാനമുള്ളവരായിരിക്കണം. സമാധാനം ഇതൊക്കെയും ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം ഇതൊക്കെയും ഉള്ളവരെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്തിരുന്ന് ആരാധിക്കുന്നവരോട് പിണക്കമാണ്, തൊട്ടടുത്തിരുന്ന് കൈയടിക്കുന്നവരോട് പിണക്കം ഭാവിച്ച് ഇവിടുന്ന് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അതൊരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്ന് കൈയടിച്ച് അന്യഭാഷ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളല്ല. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ, മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുന്ന, മറ്റുള്ളവരെ ഒന്നുമല്ല അവരെ കുറ്റപ്പെടുത്തി അവരെ വിധിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രവാചകന്മാരും ഉണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. അതും പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നതല്ല. അത് ആത്മാവിന്റെ ഫലമല്ല. നിങ്ങൾ പറയുന്നത് ദുരാത്മാവിന്റെ പ്രവചനമായിരിക്കും. നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് പൗലോസിനെ എനിക്കറിയാം, യേശുക്രിസ്തുവിനെ എനിക്കറിയാം, അവരൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ആരാണെന്ന് ചില പ്രവാചകന്മാരോട് പിശാച് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ ദൈവമായിട്ടുള്ള ബന്ധം വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു തരും, നമ്മളെ ലീഡ് ചെയ്യുവാൻ, നമ്മളെ നേർവഴി നടത്തുവാൻ. മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും, നിങ്ങളെ നേർവഴിയിലേക്ക് നടത്തും. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞത്. അതിനെ മിസ്ലീഡ് ചെയ്യപ്പെട്ട് അതിനെ പല രീതിയിൽ കൊണ്ടാടുന്ന ഒരു വിഭാഗക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ, വിശ്വാസഗോളം. വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഏത് വ്യക്തികളായാലും അവരെ സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കണം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് സമാധാനമില്ല. പലതിനെയും ചൊല്ലി നമ്മൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്റെ വീട് അത് അടച്ചിട്ടിരിക്കുവാണോ, എനിക്ക് വീടില്ല, എന്റെ വീട് പൂട്ടിയിരിക്കുവാണോ. നമുക്കറിയാം, ദൈവം തന്നിരിക്കുന്ന വീടിനെ അടച്ചു പൂട്ടിയിട്ട് ആരും കയറാത്ത രീതിയിൽ മതിലുകളൊക്കെ കെട്ടിയടച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. നമ്മളൊരു കതക് പൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷണം ദൈവമാണെന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എന്നെ സംരക്ഷിക്കണമേ, എന്റെ ഭവനത്തെ സംരക്ഷിക്കണമേ, എന്റെ സകലതിനെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനെ അടച്ചു പൂട്ടുവാൻ 4 പൂട്ടൊക്കെ ഇട്ടിട്ട് പൂട്ടി പോകുന്നവരാണ് നമ്മൾ. നമുക്ക് വിശ്വാസമില്ല. സ്നേഹത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടുന്ന അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, പരോപകാരം, വിശ്വസ്തത. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും. നമുക്ക് സന്തോഷമില്ല, പലപ്പോഴും നമുക്ക് സന്തോഷമില്ല, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ല. ദൈവമായിട്ടൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ടാണോ നമുക്ക് സന്തോഷമില്ലാത്തത്? നമുക്ക് സന്തോഷമില്ല. ദൈവം എത്ര നന്മകൾ ചെയ്താലും നമുക്ക് സന്തോഷമില്ല. കാരണം ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അന്യഭാഷ പറഞ്ഞു, കൈകൊട്ടി ആരാധിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്ന ആൾക്കാരാണ്. കരഞ്ഞുകൊണ്ട്, വേദന കൊണ്ട്, അയ്യോ എനിക്ക് കഷ്ടതകൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തതിന്റെ കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. സമാധാനമില്ല, എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഒരു ചെറിയ കാര്യത്തിൽ പോലും സമാധാനമില്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പരിശുദ്ധാത്മാവില്ല സുഹൃത്തെ. നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ദൈവം കൈകൊട്ടിയിട്ട് പള്ളിയിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിക്കുമ്പോൾ അന്യഭാഷകളെക്കാൾ കൂടുതൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് കരയേറ്റുവാൻ സാധിക്കുന്നുണ്ട്. അത് ഹൃദയത്തിൽ നിന്നുള്ള സമാധാനത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിനോട് നമ്മൾ നന്ദി പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സമാധാനത്തിൽ നിന്നാണ് ദൈവത്തിന് നമ്മൾ സ്തോത്രം ചൊല്ലേണ്ടത്. ദീർഘക്ഷമയുണ്ടോ? ഇല്ല. പലപ്പോഴും നമുക്ക് ദീർഘക്ഷമയില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത് പാസ്റ്റർ പറയുമ്പോഴത്തേക്ക് പാസ്റ്റർ അടിക്കാൻ കയറുന്ന ഒരു ജനതയാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ദൈവദാസന്മാരെ അടിക്കാൻ ചെല്ലുന്ന ജനതകളാണ് നമ്മളിന്ന് കൂട്ടത്തിലുള്ളത്. നമ്മുടെ സഭകളിൽ പലയിടങ്ങളിലും അടി നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, ഉന്തുതള്ളു നടത്തുന്നു, തെറിവിളികൾ നടക്കുന്നു. ഇതിന്റെയൊക്കെ കാരണം പരിശുദ്ധാത്മാവില്ല. നാളെ ചെന്നിട്ട് ഇതേ വാക്കുകൾ കൊണ്ട്, ഇതേ വായികൾ കൊണ്ട്, തെറി പറഞ്ഞ വായികൾ കൊണ്ട് വീട്ടിൽ ചെന്ന് അന്യഭാഷ പറയും. അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അന്യഭാഷ പറഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ പുറത്തുള്ളവരെ ചീത്ത പറയുന്ന ഈ വാക്കുകൾ വായിൽ നിന്ന് കടന്നു വരും. ഇതൊന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളല്ല സുഹൃത്തുക്കളെ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. മറ്റുള്ളവരുടെ ദയയില്ല, മറ്റുള്ളവരെ കുറിച്ച് ഒരു ദയയും ഇല്ല. അവരെന്തേലും ജീവിച്ചോട്ടെ, ഞാൻ എനിക്ക് എന്റെ ജീവിതം മതി, ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കൂട്ടരാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹങ്ങൾ. പരോപകാരം ചെയ്യുന്നില്ല. ഒരുപക്ഷെ പരോപകാരം പലപ്പോഴും പലരും ചെയ്യുന്നുണ്ട്. അത്
അത് ഒരു ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പലരും ചെയ്യും. നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് വിശ്വാസമല്ലാത്ത ആൾക്കാരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തത് വിശ്വസ്തത. നമുക്ക് വിശ്വസ്തതയുണ്ടോ? പലപ്പോഴും നമുക്ക് വിശ്വസ്തതയില്ല. ദൈവത്തിനോട് നമ്മൾ വിശ്വസ്തത കാണിക്കുന്നില്ല. നമുക്ക് സൗമ്യതയില്ല. നമ്മുടെ ജീവിതം അരഗൻസ് ആണ്. നമ്മുടെ ജീവിതം എപ്പോഴും എന്താ പറയാ, ഒരു പാറയോടെ ഹൃദയമുള്ളവരായിട്ട് നമുക്ക് സൗമ്യതയില്ല. ഞാൻ ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് പലരുടെയും സ്വഭാവം, പലരുടെയും ഹൃദയം കഠിനപ്പെട്ട് എന്താ അങ്ങനെ പറയുന്ന തക്ക രീതിയിലുള്ള ദൈവമക്കളാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. ഒന്ന് സ്നേഹത്തോടെ അകത്ത് വിളിച്ചു വരുത്താൻ പോലും മനസ്സില്ലാതെ, സൗമ്യതയില്ലാതെ, മറ്റുള്ളവർ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത ഒത്തിരി വിശ്വാസ സമൂഹങ്ങൾ. ഇതൊന്നും പക്ഷെ ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവര് വേറെ ലെവലാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഇന്ദ്രിയ ജയം ഉണ്ടോ? നമുക്ക് ഇന്ദ്രിയ ജയം ഉണ്ടോ? നമ്മുടെ കണ്ണുകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചെവികളെ, നമ്മുടെ നോട്ടങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതും കഴിയാൻ പറ്റാത്തതിന്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ മിസ്ലീഡ് ചെയ്യരുത്. ദൈവം നമ്മൾ നൽകിയിരിക്കുന്ന ആത്മാവിനെ നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടരുത്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്, മറ്റൊരു കാര്യത്തിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കാം. മാനസാന്തരം വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ കാത്തിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ ഈ പ്രാർത്ഥിച്ചിട്ട് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സൗമ്യത ഉള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വസ്തരതയുള്ളവരായിരിക്കണം. ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ദയയുള്ളവരായിരിക്കണം. ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പലരും പ്രവചനം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പല പ്രവചനങ്ങളും പ്രവചിച്ചിട്ട് പോയി. പക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രവൃത്തികളിൽ ഈ കാര്യങ്ങൾ, സ്നേഹമില്ലാത്ത പ്രവൃത്തിയാണോ, സമാധാനമില്ലാത്ത പ്രവൃത്തിയാണോ, ദീർഘക്ഷമയില്ലാത്തവരാണോ, ദയയില്ലാത്തവരാണോ, പരോപകാരമില്ലാത്തവരാണോ, വിശ്വസ്തത ഇല്ലാത്തവരാണോ, ഇന്ദ്രിയജയം ഇല്ലാത്തവരാണോ, സൗമ്യത ഇല്ലാത്തവരാണോ എന്ന് നിങ്ങളൊന്ന് ശോധന ചെയ്ത് നോക്കുക. പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലൂടെയാണോ അവരെന്നോട് പ്രവചിച്ചിട്ടുള്ളത്? പലരും എന്നോട് പല ആൾക്കാരും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരുടെ ജീവിതത്തിൽ കാണുവാനുണ്ട്. ഈ കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ കാണുവാനുണ്ടായിരുന്നില്ല. ഇന്ന് എന്നോട് പ്രവചിച്ച് നാളെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരോട് മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതൊന്നും ആത്മാവിന്റെ ഫലങ്ങളല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അന്യഭാഷയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്യഭാഷയിൽ ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഈ പ്രവൃത്തികളില്ല. മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മറ്റുള്ളവരോട് സ്നേഹമില്ലാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ സമാധാനം നൽകാതെ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ, അവരോട് ദയ കാണിക്കാൻ പറ്റാതെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആത്മാവുണ്ടെന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ വിലയിരുത്തുക തന്നെ വേണം. അത് അവരുടെ ജീവിതത്തിൽ ആത്മാവില്ല, അവരുടെ ജീവിതത്തിൽ ദൈവമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, തുടർന്നുള്ള നാളുകൾ ആത്മാവും സ്വഭാവവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് ഈ ആത്മാവാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോലും, അവൻ പുതിയതായി തീർന്നിരിക്കുന്നു. ഈ പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഈ പുതിയ വ്യക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടവനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവം എപ്രകാരമായിരുന്നു അപ്രകാരമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മളിലേക്ക് ദൈവം അയച്ചു തന്നത്. അല്ലാതെ ഇവിടെ കാണുന്ന ഇതൊന്നും വേണ്ടെന്നോ ഇതൊന്നും ഇല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങളുണ്ട്, എല്ലാ വരങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ആണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന, അത് മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരോടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതല്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ നിങ്ങൾ തയ്യാറാകും. അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അപ്രകാരം മുന്നോട്ട് പോകാൻ തയ്യാറാകുക. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.